വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വീണ്ടും ഞാൻ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ ലോകത്തിന് മലയാളിക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണിത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അൽമായ സംഘടനയുടെ മോഡറേറ്റർമാർ, എഗ്ലേസിയൽ പ്രസ്ഥാനങ്ങൾ, നവസമൂഹങ്ങൾ, അതായത് നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും അവയുടെ ഒരു സമ്മേളനം വത്തിക്കാനിൽ കൂടിയ അവസരത്തിൽ മാർപ്പാപ്പ അവർക്ക് നൽകിയ സന്ദേശമാണ്. സത്യത്തിൽ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ എങ്ങനെ പോകണമെന്ന ഒരു മാർഗനിർദ്ദേശം, ഒരു ചിന്ത ഈ പ്രസംഗം നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ഇടവകളിലും സഭയിലും രൂപതാതലത്തിലും ഒക്കെ ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ സജീവമായി പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടിവരയിടുകയാണ് പരിശുദ്ധ പിതാവ് തൻ്റെ ഈ സന്ദേശത്തിലൂടെ. അവിടെ പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയം, നമ്മുടെ ചുറ്റുപാടുകളുടെ പ്രലോഭനങ്ങളെ ചെറുത്ത് ദൈവജനത്തോടൊപ്പം യാത്ര ചെയ്യാൻ എല്ലാവരും, ഈ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ തയ്യാറാകണം എന്ന കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് തന്നെ വരാം. ഇങ്ങനെ വന്ന ഈ പ്രതിനിധികളെ എല്ലാം കണ്ടപ്പോൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അവർ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. അവരെ അഭിസംബോധന ചെയ്തപ്പോൾ മാർപ്പാപ്പ അവർക്ക് സന്തോഷം, നന്ദി, സ്വാഗതമെല്ലാം ഒരുമിച്ച് പറയുകയാണ് ചെയ്തത്. അവരെ തിരഞ്ഞെടുത്ത വിഷയം സിനഡാലിറ്റിയെക്കുറിച്ചാണ്. നമുക്കറിയാമല്ലോ, സഭയിൽ വളരെയധികം ചർച്ച നടന്ന 2-3 കൊല്ലമായി വളരെയധികം ചർച്ച നടന്ന ഒരു വിഷയമാണ് സിനഡാലിറ്റി. 2 സിനഡ് തന്നെയാണ് 2023-ലും 24-ലും ഒക്ടോബർ മാസങ്ങളിൽ 2 സിനഡ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നടത്തി. അതിൻ്റെ അന്തിമ തീരുമാനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത് നമുക്കൊരിക്കൽ കൂടുതലായി വിശദമായി ചർച്ച ചെയ്യണം. അപ്പോൾ ആ സിനഡാലിറ്റിയെക്കുറിച്ച് തന്നെയാണ് ഈ പ്രസ്ഥാനങ്ങൾ. കാരണം ഒന്നിച്ച് നടക്കുന്ന കാര്യങ്ങളാണിതെല്ലാം, ഒന്നിച്ച് നടക്കേണ്ട കാര്യങ്ങളാണ്. അതേക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് മാർപ്പാപ്പയ്ക്കും തൻ്റെ അഭിപ്രായം പറയാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചു. സിനഡൽ യാത്രയ്ക്ക് മാർപ്പാപ്പ പറഞ്ഞു, ആത്മീയ പരിവർത്തനം അത്യാവശ്യമാണ്. ആന്തരിക മാറ്റത്തിലൂടെ അല്ലാതെ ശാശ്വതമായ ഫലങ്ങൾ നേടാനാകില്ല. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും ഞാൻ പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. സിനഡിന് ശേഷം നമുക്കറിയാം, സഭയ്ക്കുള്ളിൽ എല്ലാ തലങ്ങളിലും, എല്ലാ ഹൃദയങ്ങളിലും, അജപാലകരിലും വിശ്വാസികളിലും ഒരുപോലെ പങ്കുവയ്ക്കപ്പെട്ട സഭാശൈലിയായി അത് വ്യാപിക്കണമെന്നതാണ് മാർപ്പാപ്പ അഭിലഷിക്കുന്നത്. സിനഡാലിറ്റി സ്ഥിരം പ്രവർത്തന രൂപമായി മാറണമെന്ന് മാർപ്പാപ്പ പ്രത്യാശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സഭയിൽ എല്ലാ അംഗങ്ങളും ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് ചിന്തിക്കുകയും ഒന്നിച്ച് കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണത് പറയുന്നത്. അല്ലെങ്കിൽ പുരോഹിതർ തന്നെയോ മാർപ്പാപ്പ തന്നെയോ മെത്രാന്മാർ തന്നെയോ നടത്തുന്നതല്ല. എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി അത് നടക്കണമെന്നാണ് മാർപ്പാപ്പ ഇതുവഴി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ നേട്ടം കൈവരിക്കണമെങ്കിൽ എല്ലാവരിലും, ഓരോരുത്തരിലും മാറ്റമുണ്ടാകണം, സത്യസന്ധമായ ഒരു പരിവർത്തനം ഉണ്ടാകണം. അതാണ് മാർപ്പാപ്പ ആമുഖമായി അവരോട് പറഞ്ഞത്. ഇതൊരു സുദീർഘമായ യാത്രയാണ് മാർപ്പാപ്പ പറയുന്നു. ലത്തീൻ സഭയിൽ ഇതിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ സിനഡാലിറ്റിയുടെ ആവശ്യകത ആദ്യം കണ്ട വ്യക്തി വിശുദ്ധനായ പോളാറാമൻ മാർപ്പാപ്പയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2-ാം വത്തിക്കാൻ കൗൺസിലിനെ തുടർന്ന് അദ്ദേഹം മെത്രാന്മാരുടെ സിനഡിന് അതിൻ്റെ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചു. അതേസമയം അത് സ്ഥിരം സിനഡ് നടക്കുന്ന ആ സിനഡാലിറ്റി വളർത്തിയെടുക്കുന്നതിന്, കൂടിയാലോചനകൾ നടത്തുന്നതിന് ഒക്കെയുള്ള സംവിധാനമാണല്ലോ. പൗരസ്ത്യ സഭകൾ സിനഡാലിറ്റി നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ സഭകളിലൊക്കെ സിനഡുണ്ട്, പൗരസ്ത്യ സഭകളിലെല്ലാം. സീറോ മലബാർ സഭയിലുണ്ട്,
സീറോ മലങ്കര സഭയിലുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ. എന്നാൽ ലത്തീൻ സഭയിൽ അത് നഷ്ടമായി എന്ന് പോളാറാമൻ തിരുമേനി കണ്ടെത്തി അതിന് ഒരു പാത തുറക്കുകയാണ് ചെയ്തത്. ഇന്ന് ഇപ്പോൾ 60 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അത് സിനഡാലിറ്റി വരികയാണ്. മാർപ്പാപ്പയുടെ ഒരു പ്രത്യാശയാണ്. അത് വരണം, അത് ശക്തമാകണം, അത് വ്യാപിക്കണം. സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡിൽ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ടത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. സിനഡാലിറ്റിയിൽ നാം ഒത്തൊരുമിച്ച് നടക്കുന്ന ഇടവക തലത്തിലെ, രൂപതാ തലത്തിലെ, സാർവദേശീയ തലത്തിലെ യാത്രയാണ് പ്രധാനം. എല്ലാവരും ഒന്നിച്ച് നടക്കുക എന്നത് ആത്മീയ പരിവർത്തനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പരിവർത്തനം വേണം. അത് ആ ഒരു മനോഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകണം. അതിൻ്റെ വെളിച്ചത്തിൽ ചില മനോഭാവങ്ങൾ, ചില സിനഡൽ ഗുണങ്ങൾ എടുത്തു കാട്ടാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് ഈ ലീഡേഴ്സിനോട് മാർപ്പാപ്പ പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ പീഡാസഹന വിവരണങ്ങളുണ്ട്, കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചുള്ളത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചിന്തകൾ നൽകുന്നത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31, 9-ാം അധ്യായം 31, 10-ാം അധ്യായം 32, 34 ഈ 3 സുവിശേഷ ഭാഗങ്ങൾ 3 പ്രാവശ്യം ഈശോ പീഡാസഹനത്തെക്കുറിച്ച് ശ്ലീഹന്മാരോട് പറയുന്നുണ്ട്. 1-ാം പ്രവചനം, 2-ാം പ്രവചനം, 3-ാം പ്രവചനം. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് മാർപ്പാപ്പ ഈ ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക, അതാണ് 1-ാമത്തെ പോയിൻ്റായിട്ട് മാർപ്പാപ്പ പറയുന്നത്. 2, സവിശേഷതയെ മറികടക്കുക, എന്താണെന്ന് വിശദീകരിക്കും. 3, എളിമ വളർത്തിയെടുക്കുക. ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഒരു ആന്തരിക പരിവർത്തനം സിനഡാലിറ്റി ജീവിക്കുന്നതിലേക്ക് നീങ്ങാൻ സഹായിക്കുന്നത്. 1-ാമത് നമുക്ക് പെട്ടെന്ന് പോകാം. ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക എന്നതാണ്. പീഡാസഹനത്തെക്കുറിച്ചുള്ള 1-ാം പ്രവചനത്തിന് ശേഷം പത്രോസ് എങ്ങനെയാണ് ഈശോയോട് പറയുന്നത് എന്ന് സുവിശേഷകൻ വിവരിക്കുന്നുണ്ട്. ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി സഹായിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ ഇതര ശിഷ്യന്മാർക്ക് മാതൃക കാട്ടേണ്ട പത്രോസ് അവിടുത്തെ പീഡാനുഭവവും മരണവും നിരസിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയെ എതിർക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ ഈശോ അവനോട് പറഞ്ഞു, നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 33 അത് വായിക്കുന്നത്. ഇതാണ് നമ്മോട് ആവശ്യപ്പെടുന്ന പ്രാഥമിക ആന്തരിക പരിവർത്തനം. ആദ്യം നമ്മൾ നടക്കേണ്ട പരിവർത്തനം എന്താണ്? മാനുഷികമായ ചിന്തയിൽ നിന്നും ഉയരത്തിലേക്ക് നീങ്ങി ദൈവത്തിൻ്റെ ചിന്തയെ പുണരുക എന്നതാണ്. എന്ത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും, എന്ത് പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പും, സഭയ്ക്കുള്ളിൽ എന്ത് അപ്പോസ്തലേറ്റും പ്രേക്ഷിത പ്രവർത്തനവും തുടങ്ങുന്നതിന് മുമ്പും നാം സ്വയം ചോദിക്കണം, ഇത് ഈ ചോദ്യം ചോദിക്കണം: ദൈവത്തിന് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? ഈ നിമിഷത്തിൽ, ഈ സാഹചര്യത്തിൽ ദൈവത്തിന് നമ്മിൽ നിന്ന് എന്താണ് വേണ്ടത്? ഈ ചോദ്യമാണ് നാം ചോദിക്കേണ്ടത്. ഞാൻ ദർശിക്കുന്നത് ഒരു സംഘമെന്ന നിലയിൽ ഞങ്ങളുടെ മനസ്സിലുള്ളത് സത്യമായും ദൈവത്തിൻ്റെ ചിന്തയുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ? ഒരു കൂട്ടായ്മയായി നിൽക്കുകയാണല്ലോ എല്ലാ പ്രസ്ഥാനങ്ങളും സംഘടനകളും. അപ്പോൾ അത് ദൈവത്തിൻ്റെ ചിന്തയുമായി ചേർന്ന് നിൽക്കുന്നതാണോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ? സിനഡൽ യാത്രയുടെ നായകൻ അതുകൊണ്ട് നമ്മളാരുമല്ല. നമ്മുടെ ചിന്ത അവതരിപ്പിക്കുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവാണ് എന്ന് നാം ഓർക്കണം. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വ്യക്തിപരമായും സഭ എന്ന നിലയിലും നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെയും വചനമനനത്തിൻ്റെയും വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് പ്രവർത്തനങ്ങൾ കരുപ്പിടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആശയങ്ങളെക്കാൾ, നമ്മിലുള്ള മനോഭാവങ്ങളെക്കാൾ, ഇക്കാലത്തെ സഭാരീതികളെക്കാൾ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളെക്കാൾ, നമ്മുടെ പ്രത്യേക ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ കാര്യശത്തേക്കാൾ പോലും ദൈവം എപ്പോഴും മഹത്തരമാണ്, ഉന്നതനാണ്. നമ്മുടെ കാര്യങ്ങളല്ല പ്രധാനമായിട്ടുള്ളത്. അതിനാൽ നാം ദൈവവുമായി യോജിക്കുന്നു എന്ന് ഒരിക്കലും
നമ്മൾ തീർത്ത് പറയാം എല്ലാം ഞങ്ങൾ ദൈവം പോലെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. പകരം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കാഴ്ചപ്പാടല്ല, മറിച്ച് നമുക്ക് നമ്മെ തന്നെ മറികടന്ന് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് സ്വീകരിക്കാൻ നിരന്തരം പരിശ്രമിച്ചാൽ സഭാകൂട്ടായ്മകൾ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഇത് ആദ്യത്തെ വെല്ലുവിളിയാണ്. ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക. ഇതാണ് കർത്താവ് പീഡാനുഭവം പ്രവചിക്കുകയും പത്രോസ് എതിർക്കുകയും ചെയ്യുന്ന ആ സുവിശേഷ ഭാഗം നാം നന്നായിട്ട് ഓർത്ത് നോക്കണം. കർത്താവ് എന്താണ് പറഞ്ഞത്? അവനോട് പറഞ്ഞ വാചകം നമ്മൾ ധ്യാനിക്കണം. നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. എന്ത് ചെയ്യുമ്പോഴും അത് ദൈവത്തിൻ്റെ ചിന്തയാണോ, ദൈവം ആഗ്രഹിക്കുന്നതാണോ, ദൈവം പ്രതീക്ഷിക്കുന്നതാണോ, വചനത്തിലൂടെ നൽകപ്പെട്ടതാണോ എന്ന് നാം അന്വേഷിക്കണം. രണ്ടാമത്തെ കാര്യം സവിശേഷതയെ മറികടക്കുക. മാർപ്പാപ്പ പറയുന്നത് പീഡാനുഭവത്തിൻ്റെ രണ്ടാം പ്രവചനത്തിന് ശേഷം ഈശോയുടെ നാമത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കുന്ന ഒരുവനെ യോഹന്നാൻ തടഞ്ഞത് വിവരിക്കുന്നുണ്ട്. ഇതിൻ്റെ കർത്താവ് തൻ്റെ പീഡാസഹനത്തെപ്പറ്റി പറയുമ്പോൾ ഈശോയുടെ പേരിൽ അത്ഭുതം ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനെ തടഞ്ഞതിനെ പറ്റിയാണ് യോഹന്നാൻ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അവൻ ശിഷ്യന്മാരുടെ ഗണത്തിൽപ്പെട്ടിരുന്നില്ല, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്നില്ല. ഗുരു, നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. ഇതാണ് യോഹന്നാൻ പറയുന്നത് മർക്കോസ് 9:38. ഈശോ അവൻ്റെ മനോഭാവത്തെ തിരുത്തിക്കൊണ്ട് പറയുന്നു. യോഹന്നാനെ തിരുത്തുകയാണ്. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. തുടർന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വിലങ്ങുതടിയാകുന്നതിനെതിരെ ജാഗ്രത പുലർത്താൻ അവിടുന്ന് എല്ലാ അപ്പസ്തോലന്മാരെയും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. മറ്റുള്ളവരുടെ മുന്നിൽ വിലങ്ങുതടിയാകരുത്, നന്മ ചെയ്യുന്നവനെ നിരുത്സാഹപ്പെടുത്തരുത്, തടയരുത്, ചുറ്റുപാടുകളുടെ പ്രലോഭനത്തിൽ പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. മാർപ്പാപ്പ പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ പുതിയ ജനതയുടെ അടിസ്ഥാനമാകാൻ, ഭൂമിയിലെ സകല ജനതകളോടും തുറവുള്ളവരാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ പോലും ഈ വിശാലമായ കാഴ്ചപ്പാട് ഗ്രഹിക്കാൻ അപ്പസ്തോലന്മാർ പരാജയപ്പെടുന്നു. എല്ലാവർക്കും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ. ഈ വിശാല കാഴ്ചപ്പാടില്ലാതായിപ്പോയി. ഇത് നമ്മൾ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഒരു പ്രസ്ഥാനം ഒന്നിച്ചു വന്ന് ചിലത് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം പുച്ഛത്തോടെ കാണുന്നു. ഞങ്ങൾ മാത്രമാണ് ശരി, ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണ് ശരി, ഞങ്ങളുടെ പ്രസ്ഥാനം മാത്രമാണ് ശരി എന്നൊക്കെ ചിന്തിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് മാർപ്പാപ്പ ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി സമർപ്പിക്കുന്നത്. രോഗികളെ സൗഖ്യപ്പെടുത്താനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും സ്വർഗരാജ്യം പ്രഘോഷിക്കാനും ഗുരു തങ്ങളിൽ ചൊരിഞ്ഞ ദാനങ്ങളെ പ്രത്യേക ആനുകൂല്യമായി കരുതി തങ്ങളിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് സ്വയം പരിരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പസ്തോലന്മാർ തീർന്നത്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പോകാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുമല്ല, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് പ്രധാനമാണ്. അപ്പം താഴെ പറയുന്നത് നമുക്കും വെല്ലുവിളികളാണ്. മാർപ്പാപ്പ പറയുകയാണ്, നാം ചെയ്യുന്നത് എല്ലാവർക്കുമുള്ള ശരിയാണെന്ന ചിന്തയിൽ, നമ്മൾ ചെയ്യുന്നതാണ് എല്ലാവർക്കും വേണ്ടത് എന്ന ചിന്തയിൽ, ചിലപ്പോൾ ചിന്താശൂന്യമായി തന്നെ ഗ്രൂപ്പിൻ്റെ അഭിമാനത്തിൻ്റെ പേരിൽ, ഒരു ഗ്രൂപ്പാണ്, സ്ഥാനങ്ങളെയും വിശേഷാധികാരങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ വൃത്തങ്ങളുടെ ചിന്തകളിലേക്ക് നമ്മെ പരിമിതപ്പെടുത്തുക എന്നുള്ള ഒരു അപകടമുണ്ട്. നമ്മുടെ സ്വത്വബോധവും തനിമയും നഷ്ടപ്പെടുമെന്ന ഭയം വ്യത്യസ്ത വീക്ഷണകോണങ്ങളോടെ തുറവ് കാട്ടാൻ അനുവദിക്കാതെ നമുക്ക് മുന്നിൽ തടസ്സമായി നിൽക്കാം. അതാണ് മറ്റുള്ളവരുടെ ആശയങ്ങളോട് തുറവില്ല, നമ്മുടെ ഇതിലങ്ങ് ഒതുക്കിക്കളയുന്നത് കൊണ്ട്. വൈവിധ്യം ഒരു ഭീഷണി അല്ലെന്നും അവസരമാണെന്നും തിരിച്ചറിയുന്നതിന് ഇത് തടസ്സമാകും. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. നാം എല്ലാം അപകടത്തിലാകുന്ന ഒരു വേലിക്കെട്ട് തടവറയായി അത് തീരും. ഒരു വേലിക്കെട്ടുണ്ടാക്കി നമ്മൾ അതിൻ്റെ തടവറയിൽ കഴിഞ്ഞു പോകുകയാണ്. അതുകൊണ്ട് നാം ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ ഗ്രൂപ്പുകളും നമ്മുടെ തന്നെ ആത്മീയതയും ദൈവജനത്തോടൊപ്പം യാത്ര ചെയ്യാൻ സഹായിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ദൈവജനത്തോടൊപ്പം നമ്മൾ നീങ്ങണം, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരെയും യഥാർത്ഥ സത്യത്തിലേക്ക് വരാൻ ആത്മാവിനാൽ പ്രചോദിതമായി പ്രവർത്തിക്കണം. അവ പ്രത്യേക അവകാശങ്ങളല്ല,
ഇത്തരം വേലിക്കെട്ടുകൾക്കുള്ളിൽ തടവുകാരായി പോകുമെന്ന അപകടം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇത് വളരെ പ്രസക്തമാണ്. ചില ഗ്രൂപ്പിലും ചില പ്രസ്ഥാനങ്ങളിലും പെടുന്നവർ അവരുടേത് മാത്രമാണ് ശരി, മറ്റുള്ളവരുടെ എല്ലാം കുറവാണ്, പോരാ എന്ന് നമുക്ക് കാര്യങ്ങൾ പറയാം. പക്ഷേ അവരെ അപ്പാടെ തള്ളിക്കളയുന്ന നിലപാടിൽ നിന്ന് മാറി വരണം. മഹാമനസ്കതയോടെ നോക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാത്ത ജനങ്ങൾക്കിടയിൽ പുതിയ അജപാലന സമീപനങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത മിഷൻ മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും കാണാൻ സിനഡാലിറ്റി നമ്മോട് ആവശ്യപ്പെടുന്നു. അവിടെയെല്ലാം ആ നന്മയെ പുൽകാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ശബ്ദവും അനുഭവവും യാതനയാൽ മുറിവേൽക്കാനും സ്വയം ചലിപ്പിക്കപ്പെടാനും നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സഭാവിശ്വാസികളുടെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയും ശബ്ദവും അനുഭവവും തുറവുള്ള ഒരു ഹൃദയമുണ്ടാകാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മളിലത് ഉണ്ടാകണം. ക്ലോസ്ഡായി പോകരുത്. പലപ്പോഴും അതാണ് നമുക്ക് എളുപ്പം, ക്ലോസ്ഡായി പോവുക, മറ്റുള്ളവരെ എല്ലാം ഒരു ഗെറ്റോ മനോഭാവത്തോടെ മാറ്റി നിർത്തുക. അതുണ്ടാകരുത്. ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ്. അതാണ് മാർപ്പാപ്പ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാ സ്ലീഹന്മാരെയും ഓർമ്മിപ്പിച്ചത്. നമുക്കും അത് പാഠമാകണം. പ്രത്യേകിച്ച് സഭയിൽ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരിലാണ് അത് ഉണ്ടാകേണ്ടത്. മൂന്നാമത്തെ കാര്യം, അത് മാർപ്പാപ്പ പറയുന്നത് 3 പോയിന്റുകളാണ് സാധാരണ ഒരു ചിന്ത അവതരിപ്പിക്കുന്നത്. എളിമ വളർത്തിയെടുക്കുക എന്നതാണ്. പീഡാസഹനത്തിൻ്റെ 3ാം പ്രവചനത്തെ തുടർന്ന് യാക്കോബും യോഹന്നാനും ഈശോയുടെ അരികിൽ പ്രത്യേക സ്ഥാനത്തിനായി അഭ്യർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. പ്രത്യേക സ്ഥാനത്തിനായി. അവിടുന്ന് ആകട്ടെ അതിന് പ്രത്യുത്തരമായി എല്ലാവരെയും ക്ഷണിക്കുന്നത് എങ്ങനെയാണ്? അവരോട് പറഞ്ഞിട്ട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകണം. അവിടുന്ന് വന്നിരിക്കുന്നതും ശുശ്രൂഷകനാകാനാണ്. ഇതൊരു വലിയ പാഠം കർത്താവ് നമുക്ക് നൽകുകയാണ്. സിനഡാലിറ്റിയിലും നമുക്കുണ്ടാകേണ്ട ഒരു ഗുണമാണിത്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ആത്മീയ പരിവർത്തനത്തിൻ്റെ തുടക്കസ്ഥാനം, എല്ലാ ആത്മീയ പരിവർത്തനത്തിൻ്റെയും നന്മയുടെയും തുടക്കസ്ഥാനം, എല്ലാ ഗുണങ്ങളുടെയും വാതിലായ എളിമയാണ്. എളിമയാണ് എല്ലാ ഗുണങ്ങളുടെയും വാതിൽ. സ്വയം പ്രശംസിക്കുന്ന ക്രൈസ്തവരെ കാണുമ്പോൾ എനിക്ക് ദുഃഖം തോന്നാറുണ്ട്. ഞങ്ങളാണ് അഹങ്കരിക്കുന്നവരെ പൊക്കിപ്പറയും. എന്തെന്നാൽ ഞാൻ ഈ പ്രദേശത്തു നിന്നുള്ള പുരോഹിതനാണ്, അല്ലെങ്കിൽ അവർ ആ പ്രദേശത്തു നിന്നുള്ള അൽമായരാണ്. ഓരോ പ്രദേശം, ഇടവക, മറ്റ് ഗ്രൂപ്പ്, ഇങ്ങനെയെല്ലാം തള്ളിക്കളയുന്ന ആളുകളുണ്ട്. ഞാൻ ആ സ്ഥാപനത്തിൽ നിന്നാണ്. ഇത് ഇങ്ങനെ പറയരുത് എന്ന് മാർപ്പാപ്പ ആവശ്യപ്പെടുകയാണ്. എളിമയാണ് വാതിൽ. വാതിലും തുടക്കവും. നമ്മുടെ ലക്ഷ്യങ്ങളെ പരിശോധിക്കാൻ അത് നിർബന്ധിക്കുന്നു. എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ സഹോദരീ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ ഞാൻ വാസ്തവത്തിൽ എന്താണ് തിരയുന്നത് എന്ന് ചോദിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ സഭയിൽ പ്രത്യേക ഉദ്യമങ്ങൾ ചിന്തിക്കുന്നത്? ചില പ്രത്യേക ലക്ഷ്യങ്ങൾ, ചിലതിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അകന്തയുടെ അധികാരഭാവത്തിൻ്റെ ഒരു മാത്രയെങ്കിലും കണ്ടെത്തിയാൽ എളിമ പുനർകണ്ടെത്താനുള്ള കൃപയ്ക്കായി നാം യാചിക്കണം. നമ്മുടെ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു ഒരകന്തയുടെ ഒരു ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് എളിമയെപ്പറ്റി ചിന്തിക്കണമെന്ന് കൃത്യമായി മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. എളിമയുള്ളവരെ സഭയിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് മാർപ്പാപ്പ ശക്തമായി നമ്മോട് പറയുകയാണ്. അവരെ വിജയിക്കൂ. എന്നാൽ അവർക്ക് ദൈവസ്നേഹത്തിൻ്റെ അടിത്തറയുണ്ട്. അതവരെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. അവർ കൂടുതൽ അംഗീകാരത്തിനായി പോകുകയുമില്ല. അതാണ് അതിൻ്റെ അടയാളം. ആന്തരിക പരിവർത്തനത്തിൻ്റെ ഈ ഘട്ടം സിനഡൽ സഭ കെട്ടിപ്പടുക്കാനുള്ള അടിസ്ഥാനം കൂടിയാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. എളിമയുള്ള മനുഷ്യനെ മറ്റുള്ളവരെ, അവരുടെ സംഭാവനകളെ, ഉപദേശത്തെ, ആന്തരിക ധന്യതയെ ആദരിക്കാൻ സാധിക്കുകയുള്ളൂ. തന്നിലെ അഹംഭാവത്തെ പുറത്ത് കാണിക്കുന്നതിന് പകരം സമൂഹത്തിലെ നമ്മെ കൊണ്ടുവരൂ. സമൂഹത്തിലെ നാം എല്ലാം ആ സമൂഹത്തിൻ്റെ ഭാഗമാണ്, നാമാണ് എന്ന ആശയം ഉറപ്പിക്കപ്പെടണം. ക്രൈസ്തവരെ കാണുമ്പോൾ എനിക്ക് വേദന തോന്നാറുണ്ട്. സ്പാനിഷ് ഭാഷയിൽ ഇങ്ങനെ പറയുമെന്ന് മാർപ്പാപ്പ പറയുകയാണ്, എന്നോടൊപ്പം, എനിക്ക് വേണ്ടി
എന്നൊക്കെ എപ്പോഴും പൊങ്ങച്ചം പറയുന്ന ആളുകളുണ്ട്. അതുണ്ടാകരുത്. ഈ ക്രൈസ്തവർ തങ്ങളെ സ്വയം മുഖ്യസ്ഥാനത്ത് നിർത്തുന്നു. ഇത് ദുഃഖകരമാണ്. സഭയിൽ കൂട്ടായ്മ പരിരക്ഷിക്കുവാൻ, വിഭജനങ്ങൾ ഒഴിവാക്കുവാൻ, സംഘർഷങ്ങൾ മറികടക്കുവാൻ, സംയുക്ത പദ്ധതികൾക്ക് സംഭാവന ചെയ്യാൻ, തങ്ങളുടെ ഉദ്യമങ്ങൾ മാറ്റിവെക്കാൻ അറിയാവുന്നത് എളിമയുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. തങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്നത് എളിമയുള്ളവർക്കാണ്. സേവനത്തിൽ അവർ നിരാശയ്ക്കോ നീരസത്തിനോ പകരം ആനന്ദം, സന്തോഷം കണ്ടെത്തുന്നു. എളിമയില്ലാതെ എല്ലാ തലത്തിലും സിനഡാലിറ്റി ജീവിക്കുന്നത് സത്യമായും അസാധ്യമാണ്, തീർച്ചയായും അസാധ്യമാണ്. മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം സഭാത്മക പ്രസ്ഥാനങ്ങളുടെ പങ്ക് ഊന്നി പറയാനായി ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ. മാർപ്പാപ്പ പറയുകയാണ്, സഭാത്മക പ്രസ്ഥാനങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതല്ല, ശുശ്രൂഷയ്ക്കുള്ളതാണ്. ഞാൻ ഇന്നതിലാണ്, ഞാൻ മറ്റതിലാണ്, ഞാൻ വേറൊന്നിലാണ് എന്ന് ചിന്തിച്ച് അത് ഒരു കുഴപ്പമുണ്ടാക്കാൻ ഇടയാകരുത്. അത് ദുഃഖകരമാണ്. ഇതിനൊരു പ്രാഥമികത്വമുള്ളതുപോലെ സഭാത്മക പ്രസ്ഥാനങ്ങൾ സഭയെ സേവിക്കാനുള്ളതാണ് എന്ന കാര്യമാണ് എപ്പോഴും ഓർക്കേണ്ടത്. അവ സഭ കേന്ദ്രീകൃതമാണ്. അവയിൽ തന്നെയുള്ള ഒരു സന്ദേശമല്ല, അവ സേവനത്തിനുള്ളതാണ് എന്ന കാര്യം ഓർത്തു പറയുകയാണ്. അവരെല്ലാവരും കൂടി ഒന്നിച്ച് ആരെയും ഒഴിവാക്കിക്കൊണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന സന്ദേശമാണ് പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും നേതാക്കൾക്ക് മാർപ്പാപ്പ കൊടുത്ത സന്ദേശം. സിനഡാലിറ്റി ചിന്തയിൽ അത് പ്രസക്തവുമാണ് എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. ഇത് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതുകൊണ്ട് സംഘടനയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. എല്ലാവരും തങ്ങളുടേതായ ഒരു ദൗത്യം നിർവഹിക്കാൻ ഒന്നിച്ചു വരണം, ഒന്നിച്ചു കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കണം. നമുക്ക് മറ്റൊരു സന്ദേശവുമായി കണ്ടെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാ മംഗളങ്ങളും നേരുന്നു.